ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നാട്ടിലൊന്ന് വന്നതാ. ഞാൻ ഇപ്പൊ തന്നെ തിരിക്കും. പക്ഷെ അവിടെ എത്തുമ്പോ വൈകുന്നേരം ആവും. സാരമില്ല. ഹരി വന്നു കഴിഞ്ഞാ അത്യാവശ്യമായിട്ട് എന്നെ വന്ന് കാണണം. ഇന്ന് തന്നെ വേണം. അത്യാവശ്യ. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. എടാ, ഒരു 10,000-50,000 രൂപയാണെങ്കിൽ അമ്മയുടെ അക്കൗണ്ടിൽ കാണും. അതൊന്നും വേണ്ട. അവരോട് ആരോടും കടം പറയാനും പറ്റില്ല. അത്രയ്ക്ക് വിശ്വസിച്ച് കൂടെ നിന്നവരാ. കൈമലർത്തിയാൽ അവര് തല്ലാനും കൊല്ലാനൊന്നും വരില്ലായിരിക്കും. പക്ഷെ പാവങ്ങൾ ചിലപ്പോ തിരുവോണത്തിന്റെ അന്ന് പട്ടിണിയിലായി പോവും. പിന്നൊരു 10 ജന്മം ജനിച്ചാലും ആ പാവം മാറ്റാൻ പറ്റില്ല. വേണു, ഈ ഒരു കാര്യത്തിന്റെ പേരില് ഹരി ഉണ്ണുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. അതുകൊണ്ട് കുറച്ച് കുറഞ്ഞ നിരക്കിൽ എവിടെന്നെങ്കിലും പലിശയ്ക്ക് പണം കിട്ടുമായിരുന്നെങ്കിൽ അതാ ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം. കുറഞ്ഞ പലിശ എന്നൊരു പ്രയോഗം ഇപ്പൊ നാട്ടിലില്ല. പിന്നെ പരിചയത്തിൽ 1-2 പേര് FD ഇട്ടിട്ടുണ്ട്. അവരോട് ചോദിച്ചാ ബുദ്ധിമുട്ടാ. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നേ? എന്നാലും ഞാനൊന്ന് ചോദിച്ചു നോക്കാം. എടാ, ഈ ചോദിക്കുന്നവരോട് പൊളിഞ്ഞു നിൽക്കുന്ന ബിസിനസ്സിലേക്കാണെന്നൊന്നും പറയണ്ട. നിന്റെ എന്തെങ്കിലും ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ മതി. ആ ശരിയടാ, അങ്ങനെ തന്നെ പറയാം. അല്ല, നിങ്ങൾ ഇപ്പൊ തന്നെ മടങ്ങുന്നുണ്ടോ? കൊള്ളാം, പിന്നെ മടങ്ങണ്ടേ? വലിയ ബിസിനസ്സുകാരല്ലേടാ, എന്തൊക്കെ ചെയ്തു തീർക്കാൻ കിടക്കുന്നു. എടാ ഹരി, നീ ഇങ്ങനൊന്നും ആയി പോവല്ലടാ. കുറെ കാലം നിന്റെ തോളിന്റെ ബലത്തിൽ നടന്നവരാ ഞങ്ങള് നാട്ടുകാര്. ഒന്നും നടന്നില്ലെങ്കില് എന്റെ വീടും പറമ്പും കൊണ്ട് എവിടെങ്കിലും ഞാൻ കൊണ്ടുപോയി ഇട്ടു കൊടുത്തിട്ട്. അങ്ങനെയൊന്നും ചെയ്യണ്ടടാ. അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ. ഈ സൗഹൃദം വേറെ, കുടുംബത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ വേറെ. വേണുവിനെ കൊണ്ടാവുന്നത് വേണു ശ്രമിച്ചു നോക്ക്. ഒന്നും നടന്നില്ലെങ്കിലും വേണുവിനോട് ഞങ്ങൾക്ക് പരാതി ഒന്നും തോന്നില്ല. നിത്യേ, ഒരു കാലത്ത് ഈ നാട്ടില് ഇവന്റെ ഉപകാരം സ്വീകരിക്കാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു. കാശിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സഹായത്തിന്റെ പേരിലും അങ്ങനെ തന്നെയാ. പക്ഷേ ആളുകൾക്ക് അതൊക്കെ മറക്കാൻ കുറച്ച് സമയം മതിയല്ലോ. ഇവിടെ കുറച്ചാൾക്കാർ പറയുന്നത് കേട്ടു, രാജ്യം കീഴടക്കാൻ പോയിട്ട് നിന്റെ കൂട്ടുകാരൻ തോറ്റുപോയിന്ന്. പോട്ര. ആരാ? ഇത് നമ്മുടെ പച്ചക്കറിയൊക്കെ സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ മുതലാളിയാ. ഞാനൊന്ന് എടുക്കട്ടെ. ഹലോ ഹരി, ഹരി ഇപ്പൊ എവിടെയാ? ഞാൻ നാട്ടിലൊന്ന് വന്നതാ. ഞാനിപ്പോ തന്നെ തിരിക്കും. പക്ഷെ അവിടെ എത്തുമ്പോ വൈകുന്നേരം ആവും. സാരമില്ല. ഹരി വന്നു കഴിഞ്ഞാ അത്യാവശ്യമായിട്ട് എന്നെ വന്ന് കാണണം. ഇന്ന് തന്നെ വേണം. അത്യാവശ്യ. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏതായാലും താൻ വാ, വന്നിട്ട് സംസാരിക്കാം. ആ, ഇന്ന് തന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്നാ പറഞ്ഞത്. അയാൾക്ക് പണം കൊടുക്കാനുണ്ടോ? ഇല്ല, കഴിഞ്ഞ മാസം വരെ ക്ലിയറാ. ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ല. ചിലപ്പോ ഈ പറയുന്ന കഥകളൊക്കെ കേട്ടിട്ട്. എന്താന്ന് വെച്ചാ പറയട്ടെ. ഇപ്പൊ എന്ത് കേട്ടാലും ഒരുപോലെയാ. മണ്ണ് ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഇതുവരെ. പക്ഷെ ചതിച്ചു, കുളിപ്പിച്ച് കിടത്തി. എടാ, അടിക്കടി എനിക്കിങ്ങനെ യാത്രയ്ക്ക് ഉണ്ടാവുന്നത് തനിക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിച്ചിട്ട് എന്താ കാര്യം? സബ് കളക്ടർക്ക് പോകാനുള്ള സ്ഥലത്ത് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് കുറച്ചുനാള് ലീവ് എടുത്ത് നമുക്കൊരു യാത്രയാവാം. ഒരു 10-15 ദിവസം. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പോകാനൊരു സിറ്റുവേഷൻ വരുന്നെങ്കിൽ നമുക്ക് പോവാം. അല്ലാതെ പോണെന്ന് പറഞ്ഞ് വേറെ ടെൻഷനൊന്നും വേണ്ട. എന്റെ ചില ഫ്രണ്ട്സൊക്കെ പറയും അവരുടെ ഭാര്യമാരുടെ സ്ഥിരം പരാതികളെ കുറിച്ച്. പക്ഷേ അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. എന്റെ ഭാര്യ എന്നോട് ഒരാഗ്രഹവും പറയുന്നില്ല. ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നുമില്ല. എന്ന് കരുതി ഒരു സ്ഥലത്തേക്കും അവളെ കൊണ്ടുപോണ്ടെന്നാണോ? പരാതിയില്ലാത്തതേ അവളുടെ നല്ല മനസ്സുകൊണ്ടാ. എന്ന് കരുതി അതൊരു സൗകര്യമായിട്ട് കാണരുത്.
എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശമുണ്ടെങ്കിലേ അത് ആദ്യമേ തീരുമാനിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒതുക്കിയിട്ട് പോകാൻ നോക്ക്. ഈ ഒരു പ്രായത്തിലെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റൂ. അത് കഴിയുമ്പോ ജീവിതത്തിലെ പ്രശ്നങ്ങളായി 100 ഓട്ടങ്ങളായി ഒന്നും നടക്കില്ല. ആ മോളെ, വാഷിംഗ് മെഷീനിലെ തുണികളൊന്നും എടുത്തിട്ടില്ലല്ലോ. അയ്യോ അമ്മേ, ഞാൻ അതങ്ങ് മറന്നു. അത് ഞാൻ എടുത്തിട്ടോളാം. നിങ്ങളിരുന്ന് സംസാരിച്ചോ. അല്ലമ്മേ, ഞാൻ വരാം. വേണ്ട, എനിക്കെന്ത് ബുദ്ധിമുട്ട് അതെടുത്ത് വെയിലത്തിടാൻ. ഇങ്ങൊന്ന്. മനു, എടോ, കുറച്ച് നാളായിട്ട് തന്നോട് ചോദിക്കണമെന്ന് വിചാരിക്ക. ഇതെങ്ങനെയാ അമ്മയെ താൻ ഇങ്ങനെ മാറ്റിയെടുത്തേ? എന്തൊരു മാറ്റം അമ്മയ്ക്ക്. ഇങ്ങനെ തന്റെ പെറ്റമ്മ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തായിരുന്നു ഇതിന്റെ സൂത്രം? ഈ സൂത്രം എന്റെ വകയൊന്നും അല്ല, എന്റെ പെറ്റമ്മയുടെ വകയാ. അമ്മ ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വാതിലടച്ച് കുറ്റിയിട്ട് അകത്തിരുന്ന് എന്തൊക്കെയോ സംസാരിച്ചു. അമ്മ ഇവിടുന്ന് പോയത് മുതല് മനുവിന്റെ അമ്മയുടെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെയാ. കൊള്ളാലോ. അതിന്റെ മാജിക് എന്താണെന്ന് സുജാത അതിന്റെ കൂടെ ഒന്ന് ചോദിക്കണം. മാജിക് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയത്തില്ല. ഏകദേശം ഒരു സൂചന എനിക്കും ഉണ്ട്. വിട്ട് കളഞ്ഞേക്ക്. എന്തായാലും അമ്മ നന്നായല്ലോ. ഞാൻ അമ്മയുടെ തൊട്ട് ചെല്ലട്ടെ. അല്ല, എന്താ വരാൻ പറഞ്ഞത്? അപ്പൊ ഇവിടുത്തിട്ടും ഹരിക്ക് കാര്യം മനസ്സിലായില്ലേ? ഈ ദുർഗന്ധം നിങ്ങളുടെ ഗോഡൌണിന്നാ. പച്ചക്കറികൾ ഇങ്ങനെ കൂട്ടിയിട്ടാ അതൊക്കെ ചീഞ്ഞു പോകുന്നുള്ള കാര്യം അറിയില്ലേ? അത് കൃത്യസമയത്ത് ക്ലിയർ ചെയ്യേണ്ട ഹരി. അല്ല, ഞങ്ങള് പ്ലാൻ ചെയ്തതനുസരിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല. നിങ്ങളുടെ പ്ലാനിങ്ങിനനുസരിച്ച് പച്ചക്കറികൾ കിടക്കുവോ? അയൽവാസികൾ വിളിച്ച് പരാതി പറഞ്ഞായിരുന്നു. അവര് പോലീസിലും പഞ്ചായത്തിലും ഒക്കെ പരാതി കൊടുക്കുന്ന ഇപ്പൊ പറയുന്നേ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ തുടങ്ങിയ സംരംഭത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ. അത് നിങ്ങളുടെ പ്രശ്നമാണ്. കെട്ടിടം വാടകയ്ക്ക് തരുമ്പോ കണ്ടീഷൻ എഗ്രിമെന്റ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ വാടകയിൽ വീഴ്ച വരുത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോണമെന്ന് ഞാൻ പറയുന്നില്ല.